ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഒരു വസ്തു 350 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ 340 രൂപയ്ക്ക് വിൽക്കുന്നതിനേക്കാൾ 5% കൂടുതൽ ലാഭം നേടിയാൽ ആ വസ്തുവിന്റെ യഥാർത്ഥ വില എത്രയാണ്? അപ്പോൾ ഒരു വസ്തു ഇപ്പോൾ വിൽക്കുന്നത് 350 രൂപയ്ക്കാണ്. നേരത്തെ വിറ്റത് 340 രൂപയ്ക്കാണ്. ആദ്യം 340 വിറ്റു, പിന്നെ 350 വിൽക്കുന്നത്. ഈ 340 വിറ്റപ്പോൾ കിട്ടിയ ലാഭത്തിനേക്കാൾ എത്ര കൂടുതൽ കിട്ടി? 5% കൂടുതൽ ലാഭം 350 വിറ്റ സമയത്ത് കിട്ടി. അങ്ങനെയാണെങ്കിൽ വസ്തുവിന്റെ യഥാർത്ഥ വിലയാണ് ചോദിച്ചത്. അപ്പോൾ വിലയിലുള്ള വ്യത്യാസം, വില ആദ്യം 340, പിന്നെ അത് എത്രയായി? 350 അപ്പോൾ വ്യത്യാസം എത്രയാണ്? 10 രൂപ. പിന്നെ ലാഭത്തിലുള്ള വ്യത്യാസം, ലാഭം ആദ്യം എത്രയോ ആയിക്കോട്ടെ, അതിവിടെ വിഷയമല്ല. പിന്നെ ലാഭം എത്രയോ ആയിട്ട് മാറി, അതും വിഷയമല്ല. പക്ഷെ വ്യത്യാസം എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്: 5%. ലാഭത്തിലുള്ള വർധനവ് 5%, വിലയിലുള്ള വർധനവ് 10 രൂപ. ഇത് രണ്ടും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. അത് രണ്ടും ഈക്വൽ ആവണമല്ലോ. ഒരേ വസ്തു ആവുന്ന സമയത്ത് വിലയിലുള്ള വ്യത്യാസം ലാഭത്തിലുള്ള വ്യത്യാസത്തിന് തുല്യമാവണമല്ലോ. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. 5% ഈക്വൽ ടു 10. അപ്പോൾ ഇതിൽ നിന്ന് 100% എത്തിയാൽ ആ വസ്തുവിന്റെ വിലയായി. അതായത് ഇതിനെ 20 കൊണ്ട് ഗുണിച്ചാലും 100 ആവും. അപ്പോൾ ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കുക? 20 കൊണ്ട് ഗുണിക്കുക. 200 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഇതാണ് ഉത്തരം. ഇതിന്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിന്റെ വില എത്രയോ ആയിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഇതിന്റെ വില കൂടുന്നതിനനുസരിച്ച് കൂടും. 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നപ്പോൾ 10% ആണ് ലാഭം കിട്ടിയതെങ്കിൽ 200 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് ഈ 10നേക്കാളും കൂടിയ ഒരു ലാഭം കിട്ടും. ചിലപ്പോൾ അത് 15 എന്ന് വിചാരിക്കുക. 15% ലാഭമായി. അതായത് 100-ൽ നിന്ന് 200-ലേക്ക് എത്തി, ലാഭം 10-ൽ നിന്ന് 15. ഇനി അടുത്ത സ്റ്റെപ്പിൽ 200-ൽ നിന്ന് 300 കഴിഞ്ഞാൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ലാഭത്തിലുള്ള വ്യത്യാസം എത്രയാണെന്ന്. ഇല്ലേ? 100-ൽ നിന്ന് 200 ആയപ്പോൾ 10 15 200-ൽ നിന്ന് 300 ആവുമ്പോൾ 15 എത്രയാവും? 20 ആവും. 300 400 ആവുമ്പോൾ 20 എത്രയാവും? 25 ആവും. ഇത് തമ്മിൽ എപ്പോഴും ഒരു ബന്ധമുണ്ട്. അതാണ് ഈ ബന്ധം. വില നേരത്തെ 100-ൽ നിന്ന് 200 ആയതുപോലെ 340-ൽ നിന്ന് 350 അതായത് 10 കൂടി. അതേ സമയത്ത് ലാഭം 5% കൂടി. അത് തമ്മിൽ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ലോജിക്ക്. അത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇവിടെ 5%-നെ 100% ആക്കി. അപ്പോൾ 10 എന്നുള്ളത് 200 രൂപയായി. അതാണ് ഉത്തരം.